പിതാവേ, എൻ്റെ പേര് ഡിയോണ. ഈ വിവാഹം എന്ന ഒരു ബന്ധത്തിൻ്റെ പ്രധാനമായിട്ടുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പരമായ ഒരു സ്നേഹം, മാനസികമായ അടുപ്പം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണല്ലോ. എന്നാൽ ഈ ഇടയായിട്ട് സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി മാത്രമായിട്ട് വിവാഹം കഴിക്കുന്ന ഒരു പ്രവണത കൂടി വരുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവാഹമോചന കേസുകളും കൂടി വരുന്നു. അപ്പോൾ ഈ പണത്തിനോടുള്ള ഇത്തരത്തിലുള്ള ഒരു വ്യഗ്രത വിവാഹമോചനത്തിനുള്ള കാരണമാവാറുണ്ടോ? എന്താണ് പിതാവിന് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? യെസ്, ഡിയോണ പറഞ്ഞത് ശരിയാണ്. വിവാഹം പണത്തിന് വേണ്ടി മാത്രമാണ് കഴിക്കുന്നത് എങ്കിൽ ആ വിവാഹം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വീക്ഷണത്തിൽ അസാധുവായ വിവാഹം. അങ്ങനെ ഒരു വിവാഹം നടക്കുന്നേയില്ല. കാരണം എന്താണ്? വിവാഹത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നത് സ്നേഹമാണ്. ഈ സ്നേഹം പരസ്പരം പകരുക, ജീവൻ അടുത്ത തലമുറയ്ക്ക് നൽകുക, അപ്രകാരമുള്ള ലക്ഷ്യത്തോടെ ആണ് വിവാഹത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടത്. പക്ഷെ ആ ലക്ഷ്യങ്ങളൊക്കെ മാറ്റിവെച്ച് പണത്തിന് വേണ്ടി മാത്രം ഒരാൾ വിവാഹം കഴിക്കുന്നു. ഭാര്യയുടെ വീട്ടിൽ നല്ല മുതലുണ്ട്, അതുകൊണ്ട് അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ സ്വത്തെല്ലാം അടിച്ചു മാറ്റാം. പിന്നെ അവളെ സ്നേഹിക്കേണ്ട കാര്യം, സ്വത്തുള്ള വീട്ടിൽ നിന്ന് പെണ്ണിനെ കെട്ടരുതെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് ആ സ്വത്തായിരിക്കരുത് അവൻ്റെ കണ്ണ് എപ്പോഴും ഭാര്യയുടെ കണ്ണിൽ തന്നെ ആയിരിക്കും. അവളെ സ്നേഹിക്കാൻ, അവളെ പരിഗണിക്കാൻ ആണ് ലക്ഷ്യം വയ്ക്കുന്നത് എങ്കിൽ, അവളുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തെ ആണ് അവൻ്റെ ലക്ഷ്യമെങ്കിൽ ആ വിവാഹം നല്ലതാണ്. മറിച്ച് സമ്പത്ത് മാത്രം കണ്ട് കണ്ണ് മഞ്ഞളിക്കുന്ന യുവജനങ്ങളുടെ ദാമ്പത്യം ശരിയായ ദാമ്പത്യമല്ല, അത് സത്യത്തിൽ അസാധുവായ ദാമ്പത്യമാണ്. കാരണം എന്താണ്? അവരുടെ വിവാഹ ലക്ഷ്യം ശരിയല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളിലും മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളോടെ ഒരു വ്യക്തി വിവാഹ ജീവിതത്തിൽ ഇടപെടുന്നുവെങ്കിൽ അത് വിവാഹത്തിൻ്റെ പവിത്രതയെ ദോഷകരമായി ബാധിക്കുന്ന. പലപ്പോഴും ഈ സമ്പത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നവർ പെട്ടെന്ന് വിവാഹമോചനത്തിലേക്ക് പോകും. കാരണം കിട്ടാനുള്ളതെല്ലാം കിട്ടി, ഇനിയിപ്പോൾ ഇവളെ സ്നേഹിച്ചിട്ട് എന്നാ കാര്യം എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നവരുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹത്തിൻ്റെ പരിപാവനമായ ലക്ഷ്യങ്ങളെ മറന്നുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ അറിഞ്ഞുകൊണ്ട് അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. അത് വിവാഹമോചനത്തിൽ ചെന്ന് കലാശിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് സമ്പത്ത് വരികയും പോവുകയും ചെയ്യും, ആരോഗ്യം വരികയും പോവുകയും ചെയ്യും, സൗന്ദര്യം കുറച്ച് കഴിയുമ്പോൾ ഏതാണേലും സൗന്ദര്യം കുറഞ്ഞു തുടങ്ങും. കണ്ണൊക്കെ കുഴിഞ്ഞ് കവിളൊക്കെ ഒട്ടി ജരാനരകൾ ബാധിച്ചു തുടങ്ങും, അല്ലേ? സൗന്ദര്യവും മങ്ങിപ്പോകുന്നതാണ്. അതൊന്നുമല്ല ആത്യന്തികമായ ലക്ഷ്യം. ദൈവം തന്ന ജീവിത പങ്കാളിയെ ദൈവതൃക്കരങ്ങളിൽ നിന്നുള്ള അമൂല്യമായ അനുഗ്രഹമായി സ്വീകരിക്കാനുള്ള മനസ്സും വിശ്വാസവുമാണ് ദാമ്പത്യത്തിൻ്റെ കരുത്ത് എന്ന് എല്ലാ യുവജനങ്ങളും മനസ്സിലാക്കും.